ഹായ് മച്ചാമാരെ, നമസ്കാരം. ദേവോളസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. വേറൊന്നുമല്ല, എനിക്കൊരു പ്ലാറ്റിന ഉണ്ട്. നിങ്ങൾ ഈ കാണുന്നതാണ് എൻ്റെ ബജാജ് പ്ലാറ്റിന എന്ന് പറഞ്ഞ വണ്ടിയാണിത്. അപ്പോൾ ഇതിപ്പം 2006 ഓഗസ്റ്റിലെ വണ്ടിയായിരുന്നു. അപ്പോൾ ഇതിനെ റീടെസ്റ്റ് ആയി 15 കൊല്ലമായി വണ്ടി. നമ്മളിതിനെ ഇന്ന് റീടെസ്റ്റ് വർക്കിന് കയറ്റാൻ പോവുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോകളായിരിക്കും ഇനി തുടർന്നുള്ള എൻ്റെ ചാനലിൽ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് എൻ്റെ വണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവനാണ് നമ്മൾ റീടെസ്റ്റ് ചെയ്യാൻ പോകുന്ന വണ്ടി. ഇവനെ ഞാനൊരു 4 കൊല്ലം മുന്നേ തിരുവനന്തപുരത്ത് നിന്ന് സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ വണ്ടി കണ്ടല്ലോ. വണ്ടിക്കൊരു 15 വർഷത്തെ പഴക്കമൊന്നും ഒരിക്കലും കാഴ്ചയിൽ തോന്നത്തില്ല. കാരണം നമ്മൾ അത്യാവശ്യം നല്ല വൃത്തിക്ക് കൊണ്ടുവരുന്ന വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 15 കൊല്ലം കണ്ടിന്യൂ ഓടിയത് കൊണ്ട് ഈ എഞ്ചിൻ സംബന്ധമായിട്ടൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. പിന്നെ ഇവനൊന്ന് പെയിൻറ്റ് ചെയ്യണം, ബോഡി പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. അത്യാവശ്യം വണ്ടി നല്ല വൃത്തിയാക്കി എടുക്കാൻ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഉള്ള നിലവിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിൻ ഹെഡ് ലീക്കുണ്ട്. അതേപോലെ തന്നെ ചെറിയ ചെറിയ ഇലക്ട്രിക് സാധനങ്ങൾ ഭൂരിഭാഗം എല്ലാം പക്കയാണ്. പിന്നെ വളരെ ചുരുക്കം കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ അതേപോലെ പെയിൻ്റൊക്കെ ഒന്ന് കുട്ടപ്പനാക്കി എടുക്കണം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം. ഇതാണ് ഞാൻ പറഞ്ഞ എഞ്ചിൻ ഹെഡിൽ കുറച്ച് ലീക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ എന്തായാലും ഹെഡ് ഇളക്കി പണിയേണ്ടി വരും. പിന്നെ നമുക്ക് വേറെ കുറച്ച് വണ്ടിയുടെ ഫ്രെയിമിൽ ശകലം പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വർക്ക്ഷോപ്പിൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം. നിലവിൽ ഇത് ഓടിച്ചുകൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഒരു 2 ആഴ്ച മുന്നേ ഇതിൻ്റെ ആക്സിലേറ്റർ കേബിൾ പൊട്ടിപ്പോയി. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ എനിക്ക് ഓൾറെഡി ഒരു ബജാജ് അവഞ്ചറുണ്ട്. അപ്പോൾ അതിൽ കെട്ടി വലിച്ചുകൊണ്ട് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ബാക്കി നമുക്ക് വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള kunnikode IBS എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പിൽ ഇത് ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു നമ്മുടെ ഫ്രെയിമിൽ കുറച്ച് പാച്ച് വർക്കുകളുണ്ടെന്ന്. അപ്പം അതൊന്ന് ചെയ്യണം. അതിപ്പോൾ അത്യാവശ്യമായി വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഫ്രണ്ട് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതും ആ ഒരു ഭാഗം നമുക്ക് മാറ്റിയെടുക്കണം. പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഒരു ഫ്യൂവൽ ടാങ്കിൽ ഒരു കറുത്ത സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അത് സ്ക്രാച്ച് ആയപ്പോൾ നമ്മൾ ഒട്ടിച്ചതാണ്. അപ്പോൾ ആ ടാങ്കും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്യാനുള്ളൊരു പ്ലാനാണ്. അതേപോലെ തന്നെ സൈലൻസറിൽ ഒരു ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവർ എൻജിൻ ഹെഡ് ഭാഗം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഹെഡിൽ കുറച്ച് പിസ്റ്റണും കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഒരു മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ പഴയ പിസ്റ്റൺ. കാർബണൊക്കെ വന്ന് അടിഞ്ഞ് അതിൻ്റെ കണ്ടീഷൻ വളരെ മോശമായി പോയിട്ടുണ്ടായിരുന്നു. ബോഡി പാർട്സുകളൊക്കെ ഓരോരോ പീസാക്കി മാറ്റി പെയിൻറ്റിങ്ങിന് വേണ്ടി അവരിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ വണ്ടി വന്നിട്ടൊരു ബ്ലാക്ക് ആൻഡ് സിൽവർ കളർ കോഡാണ് വരുന്നത്. നമ്മളിത് ഫുള്ളി ഒരു സിൽവർ കോഡിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ടാങ്കിലെ ആ ഒരു സ്ക്രാച്ചൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ വണ്ടിയുടെ പഴയ മുള്ള സ്റ്റിക്കർ നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ നിലവിലുള്ള ഒരു പ്ലാറ്റിനയുടെ സ്റ്റിക്കർ നമ്മുടെ കളർ കോഡായിട്ട് മാച്ച് ചെയ്യുന്നൊരു സ്റ്റിക്കറാണ് ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ വണ്ടിയുടെ സ്റ്റീൽ ഭാഗങ്ങൾ, അതായത് ലേഡീസ് ഫുഡ് റെസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് പ്ലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ വർക്ക് കഴിഞ്ഞെന്ന് പറഞ്ഞ് വർക്ക്ഷോപ്പിൽ നിന്ന് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് വണ്ടി ചെയ്ത വർക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ വന്നപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. പെയിൻറ്റർക്ക് ചെറിയൊരു അബദ്ധം പറ്റി. കാരണം നമ്മൾ ഫുള്ള് സിൽവർ ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. പുള്ളി ബാറ്ററി ബോക്സിൻ്റെ ഭാഗവും അതുപോലെ ബാക്കിലേക്ക് എത്തുന്ന പോർഷനൊക്കെ ബ്ലാക്കായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ഒന്നുകൂടെ മാറ്റി ഫുള്ള് സിൽവറാക്കി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും വണ്ടി സിൽവറാക്കാൻ വേണ്ടി കൊടുക്കുകയാണ്.
അപ്പോൾ നമ്മുടെ വണ്ടി റീടെസ്റ്റിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ആദ്യം നിങ്ങൾ വണ്ടി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരിക. വണ്ടി പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ വണ്ടി ഇപ്പോൾ പ്രധാനമായിട്ട് ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടി പൂർണ്ണമായിട്ട് പെയിന്റ് ഒന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പൂർണ്ണമായിട്ട് പെയിന്റ് ചെയ്തു. നമ്മുടെ വണ്ടിയിൽ ആദ്യം ഉണ്ടായിരുന്നൊരു കളറ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഞാൻ ടെസ്റ്റിന് മുന്നേ കൊണ്ടുവന്നൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പകുതി സിൽവറും പകുതി ബ്ലാക്ക് ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. ഇപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റി മൊത്തത്തിൽ അവർ സിൽവർ കോഡിലേക്ക് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ കൊണ്ടുവന്നതിന് മുന്നേ പറഞ്ഞിരുന്നു നമ്മുടെ വണ്ടിക്ക് കുറച്ച് പാച്ച് വർക്ക് കാര്യങ്ങൾ ഫ്രെയിമിൽ കുറച്ച് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വർക്കൊക്കെ നമ്മൾ ചെയ്തു. പിന്നീട് അതേപോലെ തന്നെ എഞ്ചിൻ ഹെഡിന് കുറച്ച് കംപ്ലൈൻറ്റുകൾ ഉണ്ടായിരുന്നു. പിസ്റ്റൺ റിൻസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മാറിയിട്ടു. പിന്നെ അത്യാവശ്യം വേണ്ടി വന്ന ഏകദേശം ഒരു 90% പാർട്സുകളോടെ നമ്മൾ ഏകദേശം പുതിയത് വാങ്ങിച്ചിട്ട്, മീൻസ് ഹാൻഡിൽ, മിറർ, സൈഡ് ഇൻഡിക്കേറ്ററുകൾ, അതേപോലെ ഫുഡ് റെസ്റ്റുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയത് വാങ്ങിച്ചിട്ട്, കാരണം 15 വർഷത്തെ വർക്കാണല്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് സ്പെയറുകൾ കിട്ടാനുണ്ട്. ഈ കോവിഡ് മൂലം കുറച്ച് സ്പെയറുകൾ നമുക്ക് കിട്ടാതെ വന്നിട്ടുണ്ട്. മീൻസ് സ്പീഡോമീറ്റർ, പിന്നെ കുറച്ച് സ്വിച്ചുകൾ, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇനി ക്രമേണ കൊറോണയൊക്കെ മാറുന്നതിനനുസരിച്ച് നമുക്ക് വാങ്ങിച്ച് വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നു. ഈ ഒരു മീൻസ് ലേഡീസ് ഫുഡ് റെസ്റ്റ് പോലത്തുള്ള സാധനങ്ങളൊക്കെ നമ്മളൊന്ന് ക്രോം പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാറാത്ത സാധനങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടയർ മാറിയിട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറായിരുന്നു വണ്ടിയിൽ കിടന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ടയർ ഭാഗം ഒന്നും മാറിയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പാർട്സുകൾ കിട്ടാനുണ്ടെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്പീഡോമീറ്ററിൻ്റെ ഒരു ഫുൾ അസംബ്ലി ഇത് പോയി കിടക്കണം. അപ്പോൾ അത് പുതിയത് കിട്ടിയിട്ടില്ലായിരുന്നു. 2006 മുതലാണ് ഈ വണ്ടി. അതേപോലെ തന്നെ സ്വിച്ചുകൾ, ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചുകൾ, അതെല്ലാം ഇപ്പോഴും വർക്കിംഗ് ആണ്. അപ്പം ജസ്റ്റ് ഒന്ന് പുതിയത് വെക്കണമെന്നൊരു ആഗ്രഹം. ഇതെല്ലാം ഇപ്പോഴും നല്ല കണ്ടീഷൻ സാധനങ്ങൾ തന്നെയാണ് ഇരിക്കുന്നത്. എന്നാലും അതൊക്കെ ഒന്ന് പുതിയത് വെക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊന്നും കിട്ടാനില്ല. ചോക്ക് കേബിള്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കിട്ടാനില്ല. ബാക്കിയൊക്കെ ഓവറോൾ നമ്മൾ കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മളിപ്പോൾ അടിച്ചിരിക്കുന്ന ഒരു നമ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ സ്റ്റിക്കർ പരിപാടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അത് അങ്ങനെ പാടില്ലെന്നാണ്. ഇപ്പോൾ പഞ്ച് ചെയ്തിരിക്കുന്ന ഒരു 3D എഫക്റ്റോട് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഓഗസ്റ്റിലാണ് ഇവന് വരുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു പഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു നമ്പർ പ്ലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ തൽക്കാലം നമ്മൾ അടിച്ചെന്നേ ഉള്ളൂ. പിന്നെ പേപ്പർ ഭാഗമൊക്കെ ഇനി വരുന്ന മുറയ്ക്ക് വേണം ക്ലിയർ ചെയ്യാൻ, കാരണം ഓഗസ്റ്റിലെ ടെസ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് പേപ്പർ ഭാഗമൊക്കെ കുറച്ച് ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിത് കാണിക്കാനുള്ളത് വണ്ടിയുടെ വർക്കിൻ്റെ കാര്യം. അപ്പോൾ ഇതിന് മുഴുവനായിട്ട് നമുക്ക് ചിലവ് വന്നിരിക്കുന്നത് ഏകദേശം ഒരു 21,000 രൂപയാണ്. 21,000 രൂപയെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടൊരു മെയിൻ പൈസ പോയിരിക്കുന്നത് പെയിൻറ്റിങ്ങിന് തന്നെയാണ്. പിന്നെ ബാക്കി സ്പെയറും പണിക്കൂലി എല്ലാം കൂടെയാണ് കൂലി ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളാണെങ്കിലും ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു വണ്ടി നല്ല വൃത്തിക്ക് സൂക്ഷിക്കുന്ന ഒരു വണ്ടിയാണെങ്കിൽ റീടെസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ വലിയൊരു നഷ്ടമില്ലെന്നേ ഞാൻ പറയൂ. കാരണം പെട്രോൾ വിലയൊക്കെ വല്ലാണ്ട് കൂടി വരികയാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങനെ ഒരു വണ്ടി റീടെസ്റ്റ് ചെയ്തെടുത്താൽ വളരെ ലാഭകരമായിട്ട് നമുക്ക് കൊണ്ടുനടക്കാം. കാരണം നമ്മളൊരു പുതിയ വണ്ടി എടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് ലാഭം ഒരു 10,000-20,000 രൂപ മുടക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നീറ്റായിട്ട് വണ്ടി കിട്ടുമെന്നുണ്ടെങ്കിൽ ഇനി 5 വർഷം ധൈര്യമായിട്ട് നമുക്ക് കൊണ്ടുനടക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളെ പറയാനുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു 5 വർഷമായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. റീടെസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ നിങ്ങളേക്ക് ഒന്ന് കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ ഇനി ഇതേപോലത്തെ വ്യത്യസ്തമായ വീഡിയോകളായിട്ട് ദേവ വ്ളോഗ്സ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.